ചോദ്യമുന്നയിച്ച് മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ഈരാറ്റുപേട്ടക്കാരനായ റിപ്പോർട്ടർ തീവ്രവാദിയാണെന്നും തെളിവ് തന്റെ പക്കലുണ്ടെന്നും വെള്ളാപ്പള്ളി അവകാശപ്പെട്ടു. തെറ്റായ പ്രസ്താവനകൾ അംഗീകരിക്കില്ലെന്ന് CPM-ഉം നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും പ്രതികരിച്ചു. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പരാതി നൽകി. കഴിഞ്ഞ ദിവസം വർക്കലയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായ വെള്ളാപ്പള്ളി നടേശൻ ഒരു ചാനൽ മൈക്ക് തട്ടിമാറ്റിയിരുന്നു. ഇത് സൂചിപ്പിച്ചാണ് വെള്ളാപ്പള്ളി അധിക്ഷേപം ചൊരിഞ്ഞത്. ഈ വന്ന ആളെ എനിക്കറിയാം. റാഹീം ഈരാറ്റുപേട്ടക്കാരനാണ്, MSF-ന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. മുസ്ലിം പേരുകാരനായ മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് ആക്ഷേപിച്ച നടപടിയെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ വെള്ളാപ്പള്ളി കയർത്തു. ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്നങ്ങ് പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അത് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അറിയാവുന്നതാണ്. തന്നോട് ചോദിച്ചില്ലടോ. എനിക്ക് പറയാനുള്ള അവസരം തനിക്ക് കാരണം തെറ്റായ പ്രസ്താവനകൾ അംഗീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഒരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തിനെതിരായിട്ടുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തേണ്ടിയില്ല. എന്നാൽ വർഗീയ പരാമർശങ്ങൾ രൂപപ്പെടുന്നുണ്ട്, അത് തെറ്റാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ആക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചു. മാധ്യമപ്രവർത്തകൻ ആരും ആയിക്കോട്ടെ, അദ്ദേഹത്തെ സമൂഹത്തിന് മുന്നിൽ വെച്ച് തീവ്രവാദി, വർഗീയവാദി എന്ന രീതിയിലൊക്കെ വിളിക്കുന്നത് നിയമപരമായി നേരിടേണ്ട ഒരു വിഷയമാണ്. മാധ്യമപ്രവർത്തകന്റെ മാത്രം ഒരു വിഷയമായി കാണാൻ കഴിയില്ല. വെള്ളാപ്പള്ളി മാപ്പ് പറയണമെന്നും പരാമർശം പിൻവലിക്കണമെന്നും DYFI നേതാവ് ഷിജു ഖാൻ ആവശ്യപ്പെട്ടു. വർഗീയ പരാമർശത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും DGPക്ക് പരാതി നൽകി. മീഡിയ 1 കൊച്ചി.